സോ ഈ ഒരു വീഡിയോയിലൂടെ മാർക്കോ അജിത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മാർക്കോ തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 300 എല്ലാവരും തന്നെ ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, മാർക്കോയുടെ OTT റിലീസിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അതിൻ്റെ കുറേ കട്ട് ചെയ്ത കുറേ സംഭവങ്ങൾ എന്താ പറയുക വരാൻ പോകുന്ന OTTയിലാണെന്ന് നമ്മളെല്ലാം കേട്ടിരുന്നു. സോ അതിനുവേണ്ടി OTT റിലീസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സോ എന്തായാലും ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് OTT റിലീസ് ഇപ്പോൾ ഒഫീഷ്യലായിട്ടുണ്ട്. സോണി ലിവിലായിരിക്കും വരാൻ പോകുന്നതാണ്. എന്തായാലും മാർക്കോയുടെ മാത്രമല്ല രേഖാചിത്രത്തിൻ്റെയും OTT റിലീസ് സോണി ലിവിലാണ് വരാൻ പോകുന്നത്. എന്തായാലും ആളുകളെല്ലാം വിചാരിച്ചത് നെറ്റ്ഫ്ലിക്സിൽ വരുമെന്നായിരുന്നു. ഉറപ്പായിട്ടും മാർക്കോ പോലത്തെ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ വരണമെന്നാണ് എല്ലാവരും പറയുന്നത്. സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. എന്തായാലും സോണി ലിവിലാണ് രണ്ടും രേഖാചിത്രവും അതുപോലെ തന്നെ മാർക്കോയും വരാൻ പോകുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തല അജിത്തുമായിട്ട് വന്നപ്പോൾ ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം അജിത്തിൻ്റെ 2 സിനിമകളാണ് 2025 റിലീസിനായിട്ട് കാത്തിരിക്കുന്ന. ആ ഒരു 2 സിനിമകൾ ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളൊരു തല അജിത്ത് ഫാനാണെങ്കിൽ വിജയമുയർച്ചി എന്ന് പറയുന്ന അതിൻ്റെ ഒരു സിനിമ, അതുപോലെ തന്നെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്നൊരു സിനിമയുമാണ് റിലീസിനായിട്ട് കാത്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ വിജയമുയർച്ചി എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ റിലീസ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച തന്നെ റിലീസ് ഉണ്ടാകും. മിക്കവാറും ഫെബ്രുവരി 5 ആ ഒരു പീരീഡിലൊക്കെ റിലീസ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സോ എന്തായാലും അജിത്തിൻ്റെ സിനിമ കണ്ടിട്ട് കുറേ നാളായി. സോ അതിൻ്റെ സിനിമ ഉടൻ തന്നെ വരുന്നുണ്ട് തിയേറ്ററിൽ. സോ എല്ലാവരും പോയി കാണുക.